വെക്കൂല, ഒരിക്കലും കുഫ് വെക്കൂല. എന്റെ വകല്ല, ഇതാ ഫത്തുൽമീനുള്ളതാണ്. മുബത്തദി ബിദ്അത്തുകാരൻ സുന്നിയത്തായ പെണ്ണിന് കുഫ് വെക്കൂല. കുഫ് വെക്കാതെ അങ്ങനെ കല്യാണം ശരിയാണ്? അപ്പൊ അതിന് പറഞ്ഞു, ഉസ്താദേ നമ്മളെ കുട്ടി ഓനൊക്കെ ഒന്ന് പഠിപ്പിച്ച് റെഡിയാക്കാൻ ഉഷാറാണ്. 2 മാസം കഴിഞ്ഞാൽ അറിയും. കുട്ടിക്ക് ഇങ്ങനെ പൊരേല് വന്ന് നോക്കുമ്പോ ചെറിയൊരു മിന്നലാട്ടം ഇങ്ങനെ. ഉമ്മ ഇങ്ങനെ ബദർബൈത്തല്ലാണ് പൊരേന്നിങ്ങനെ ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്രൻ അലൻ നഅമായി ثم الصلاة والسلام على الذي قد خص بالمعراج والإسراء. അങ്ങനെ ബദരീങ്ങളെ ബൈത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് വബിഹംദത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദില്ലാഹി വ സയ്യിദി ശുഹദാഇ. മാനടുത്ത് പതുക്കെ മോള് വന്നിരുന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളേ. പതുക്കെ വന്നിട്ട്, ഉമ്മ ഖുർആൻ ഓതിയാ പോരമ്മ, അതല്ലേ കൂലി കൂടുതൽ. ഖുർആൻ ഓതിയാ പോരമ്മ, അതല്ലേ കൂലി കൂടുതൽ. അല്ലാഹു തആലാന്റെ ഖുർആൻ എത്രമാത്രം വലിയ മഹത്തുണ്ട്. മോളൊരു ഹദീസും പറഞ്ഞു കൊടുത്തു, ഉമ്മാക്ക് ഫദ്ലു കലാമില്ലാഹി അലാ സാഇരിൽ കലാമി കഫദ്ലി അലാ അദ്നാക്കും. ഹദീസിലുള്ളതാണ് അല്ലാഹു തആലാന്റെ കലാമിന്റെ മഹത്വം. എത്ര വലിയ മഹത്താന്ന് പറയുന്നതിന്, ചെറിയ മഹത്വമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, എനിക്ക് അല്ലാഹു തആല എത്ര മഹത്വം തന്നിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും താഴ്ന്നാളേക്കാൾ എത്ര മഹത്തുണ്ട്. അല്ലാഹു തആലാന്റെ കലാമിന് എത്ര വലിയ മഹത്തുണ്ട്. അതല്ലേ അമ്മ ഓതണ്ടി, ഇതാണപ്പാ നേരത്തെ ഓതണ്ടി, ഖുർആനല്ലേ ഓതാ നല്ലത്. ഉമ്മാക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, എന്താ ഇപ്പൊ മോളിങ്ങനെ പറയണേ, എന്താ അങ്ങനെ പറയണേ. നേരത്തെ എന്തേ പറഞ്ഞിരുന്നത്? നേരത്തെ ജീവിത സൗകര്യവും തറവാട് മഹിമയും ജീവിക്കാനുള്ള വകുപ്പും സമ്പത്തും കച്ചവടം ടൺ കണക്കിന് അത്ര ഉണ്ട് ഇത്ര ഉണ്ട് എന്നുള്ള ഗരിമ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തതാ. 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് നിറം മാറിപ്പോയി. പിടിച്ചാ പിന്നെ കിട്ടൂല സഹോദരങ്ങളെ. പിന്നെ താവടിയിൽ വരുന്നത് മുഴുവനും അത്തരത്തിൽ കറബാധിച്ചതാണ്. പിന്നെ ഓരോന്നിനും ആ ചൊയമാറ്റമുണ്ട്. പിന്നെ സുബ്ഹാനല്ലാഹ് 4 മാസം കഴിഞ്ഞപ്പോ പിന്നെയും മോള് വന്നപ്പോ മോള് പറഞ്ഞു, ഉമ്മ നമ്മളൊക്കെ ജീവിതത്തിൽ സമയം കുറെ നഷ്ടപ്പെടുത്തി. എന്തിനാ നമ്മൾ വെറുതെ ഈ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് എന്നെ നിസ്കരിക്കുന്നത്? ശ്രേഷ്ഠമായ പള്ളിയിലില്ലേ, സുബഹിക്കെങ്കിലും ഒന്ന് പള്ളിയിൽ പോയിക്കൂടേന്ന്. മോളോട് ഉമ്മയ്ക്ക്, മോളെ എന്ത് പറ്റി നിനക്ക്? നീ എത്രാം ക്ലാസ് പഠിച്ചു? പുറമെ നല്ലൊരു ബിരുദം, ഹാദിയ ബിരുദമൊക്കെ നിനക്കില്ലേ? മറ്റു പല കോഴ്സും നിനക്ക് നേടിയില്ലേ? ഇപ്പൊ എന്ത് സംഭവിച്ചു? ഉമ്മ അങ്ങനല്ല, ശരിക്കങ്ങ് പഠിച്ചു നോക്കുമ്പോ എങ്ങനെയാ മനസ്സിലായത്? എവിടുന്നാ ശരിക്ക് പഠിച്ചത്? കൂടെ കിടക്കുന്ന മുബത്തദി ഇടക്കിടക്ക് നല്ല ഇഞ്ചിറ്റ് ചെയ്തപ്പോ അത് ശരീരത്തിലും കൽബിലും കുറിക്കുകൊണ്ട് ഉമ്മമാരെ പിന്നെ വരുന്നത് മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ട് ജീവിത സൗകര്യം നോക്കിയിട്ട്, സാമ്പത്തിക വിശാലത നോക്കിയിട്ട്, മറ്റു പലതും നോക്കിയിട്ട് നമ്മളെ മോള് അതിലൊന്നും കുടുങ്ങൂല. നമ്മളെ മോൾ അത്രയും ഉഷാറാണ്, ഇങ്ങനൊക്കെ പഠിച്ചവരാണ്, ഇങ്ങനൊക്കെ ചെയ്തവരാണ് എന്ന് കരുതിയിട്ട് അങ്ങ് വെച്ച് നീട്ടേണ്ട. നിങ്ങളെ പിന്നാലെ പോരേണ്ട മോള് പോലും ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന ചിന്ത വേണം. ബിദ്അത്തുകാർ എവിടെയാണ് എന്നാ പറഞ്ഞത്? ബിദ്അത്തുകാർ ആഖിറത്തിൽ